ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എയർ പ്യൂരിഫയിങ് പ്ലാന്റ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നാസ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള 10 എയർ പ്യൂരിഫിക്കേഷൻ ഫീച്ചേഴ്സുള്ള കുറച്ച് ചെടികളെ പറ്റിയിട്ടാണ്. നാസയുടെ റെക്കമെൻഡേഷനിൽ ഓക്സിജൻ റിലീസിങ് പ്ലാന്റ്സിൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. പക്ഷേ ഞാൻ ഇവിടെ പറയുന്നത് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള 10 ടൈപ്പ് ഓഫ് പ്ലാന്റ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ നമ്മുടെ സിറ്റുവേഷനിൽ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒന്ന് സ്വസ്ഥമായിട്ട് ശ്വസിക്കാൻ പോലും പറ്റാറില്ല. അത്രയും പൊള്യൂട്ടഡ് ആണ് നമ്മുടെ സറൗണ്ടിങ്സ്. ഇൻഡോറിൽ പ്ലാന്റ്സ് വയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത്തരം പ്ലാന്റ്സ്, അത്തരം സ്പെസിഫിക്കേഷനുള്ള പ്ലാന്റ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടുള്ള എയർ കിട്ടും. അപ്പോൾ അത്തരം പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് വൺ അലോവേരയാണ്. നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന പ്ലാന്റാണ്. കറ്റാർവാഴ ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല ഇപ്പോൾ. കറ്റാർവാഴയ്ക്ക് നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് ടോക്സിക് ആയിട്ടുള്ള ബെൻസീൻ, ടൊളുവിൻ പോലെയുള്ള പാർട്ടിക്കിൾസിനെയും ഫോർമാൽഡിഹൈഡിനെയും ഒക്കെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ കറ്റാർവാഴ നമുക്ക് ബെഡ്റൂമിൽ വെക്കുകയാണെങ്കിലും നൈറ്റിൽ നന്നായിട്ട് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന പ്ലാന്റാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഫോട്ടോസിന്തസിസ് ചെയ്തിട്ട് ഓക്സിജനാണ് ബൈ പ്രൊഡക്റ്റായിട്ട് വിടാറ്. അപ്പോൾ നൈറ്റിലാണെങ്കിലും നല്ല ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന പ്ലാന്റാണ് കറ്റാർവാഴ അല്ലെങ്കിൽ അലോവേര എന്ന് പറയുന്ന കോമൺ ആയിട്ടുള്ള പ്ലാന്റ്. അപ്പോൾ നമുക്ക് ഇൻഡോർ വയ്ക്കുമ്പോൾ ഏറ്റവും യൂസ്ഫുള്ളും ഏറ്റവും ഈസിലി അവൈലബിളുമായിട്ടുള്ള പ്ലാന്റാണ് കറ്റാർവാഴ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ലെസ് കെയർ നീഡഡ് പ്ലാന്റ് ആണ് കറ്റാർവാഴ. അടുത്തതായിട്ട് മണി പ്ലാന്റ്, നമ്മുടെ പോത്തോസ്. അതും വളരെ കോമൺ ആണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. ഹാങ്ങിങ് ആയിട്ടോ വെള്ളത്തിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ ചെറിയ ചെറിയ പോട്ടുകളിലാക്കിയിട്ടോ ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് മണി പ്ലാന്റ്. അപ്പോൾ മണി പ്ലാന്റിന് നമുക്കറിയാം, അത്യാവശ്യത്തിനുള്ള വെളിച്ചം ആവശ്യമുണ്ട്, പാകത്തിന് വെള്ളവും മതി. അപ്പോൾ ഒരു 3 ദിവസം കൂടുമ്പോൾ മാത്രം നമുക്ക് നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മണ്ണിൽ വിരലിറക്കി നോക്കിയിട്ട് എത്ര വെള്ളമുണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മാത്രം നനയ്ക്കേണ്ടതുള്ളൂ. അപ്പോൾ ഒരുപാട് ദിവസം നമ്മൾ ഇൻഡോറിൽ, അപ്പോൾ ലോ ലൈറ്റിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് മണി പ്ലാന്റിൻ്റെ ആ വെരിഗേറ്റഡ് കളർ ചിലപ്പോൾ മാറിയെന്ന് വരാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇടയ്ക്കെടുത്ത് ഒന്ന് വെയിൽ കൊള്ളിച്ചാൽ മതി. മണി പ്ലാന്റും ഇതുപോലെ തന്നെ നമ്മുടെ ബെൻസീനും ഫോർമാൽഡിഹൈഡും പിന്നെ ട്രൈഎത്തിലീനും ഒക്കെ വലിച്ചെടുക്കാൻ പറ്റും. അതൊക്കെ ശ്വസിക്കുന്നത് നമുക്ക് കുറച്ച് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസാണ് നമ്മുടെ അന്തരീക്ഷത്തിലുള്ളത്. അപ്പോൾ നമുക്ക് ജനലിൻ്റെ സൈഡിലോ ഒക്കെ ആയിട്ട് ഇതുപോലെ മണി പ്ലാന്റ് കീപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു ബൗളിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. വെള്ളം ഡെയിലി മാറ്റി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഡെയിലി അല്ലെങ്കിൽ 2 days കൂടുമ്പോൾ, അതായത് അതിൽ നിന്നുള്ള ഓക്സിജൻ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ന്യൂട്രീഷൻ മാത്രമേ ആ ചെടിക്ക് കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ മൂന്നാമത്തെ ചെടി പീസ് ലില്ലി. പീസ് ലില്ലി നമുക്കൊക്കെ അറിയാം, കുറച്ച് കെയർ ആവശ്യമുള്ള ചെടിയാണ്. അപ്പോൾ അത്യാവശ്യം ലൈറ്റ് വേണ്ട ഒരു ചെടിയാണ് പീസ് ലില്ലി. അപ്പോൾ പീസ് ലില്ലി ഫ്ലവർ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് വെയിൽ അല്ലെങ്കിൽ കുറച്ച് സൺലൈറ്റ് നന്നായിട്ട് കിട്ടണം. അതല്ലെങ്കിൽ നമുക്കതങ്ങനെ ഇൻഡോറിൽ വെക്കാൻ പറ്റും. ലീവ്സൊക്കെ ഒരുപാട് വരും, പക്ഷേ പൂക്കൾ ഉണ്ടാവാൻ താമസമായിരിക്കും. പിന്നെ അതുപോലെ മീലി ബഗ്സിൻ്റെ ആക്രമണം പെട്ടെന്ന് ബാധിക്കുന്ന ഒരു ചെടിയാണ് പീസ് ലില്ലി. അപ്പോൾ നമ്മൾ എപ്പോഴും അത് ഇൻസ്പെക്ഷൻ ചെയ്തുകൊണ്ടിരിക്കണം. ഏതെങ്കിലും മീലി ബഗ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചെടീനെ മാറ്റി വെച്ച് മറ്റ് ചെടികളിൽ നിന്നും മാറ്റി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അതൊരു പകർച്ച രോഗം പോലെ എല്ലാ ചെടികളെയും ബാധിക്കും. അപ്പോൾ പീസ് ലില്ലി ബെൻസീനെയും ട്രൈഎത്തിലിനെയാണ് അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നത്. അപ്പോൾ അതും നമുക്ക് നല്ല ഓക്സിജൻ സപ്ലൈ ചെയ്യും, നന്നായിട്ട് ശ്വസിക്കാനും പറ്റും. 2-3 ദിവസത്തിലൊരിക്കൽ മാത്രം നനച്ചു കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പിന്നെ അടുത്ത പ്ലാന്റ് അഗ്ലോണിമയാണ്. അഗ്ലോണിമ നമ്മൾ ബെഡ്റൂമിൽ അല്ലെങ്കിൽ ലോ ലൈറ്റിൽ വെച്ചാൽ ചിലപ്പോൾ ഈ ഒരു കളർ വേരിയേഷൻ നമുക്ക് കിട്ടിയെന്ന് വരില്ല, പക്ഷെ നന്നായിട്ട് ഗ്രോ ചെയ്യും. അധികം വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് നശിച്ചു പോകുന്ന ചെടിയാണ് അഗ്ലോണിമ. അപ്പോൾ അഗ്ലോണിമ ഇതുപോലെ ഓക്സിജൻ സപ്ലൈയിങ് ആണ്. അടുത്തതായിട്ട് അരേക്ക പാമാണ്. അതൊരു വലിയ പോട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഒരു അട്രാക്റ്റീവ് ലുക്കുമാണ്. മാത്രമല്ല സൈലിൻ, ബെൻസിൻ തുടങ്ങിയ പാർട്ടിക്കിൾസിനെയാണ് ഇത് അബ്സോർബ് ചെയ്യുന്നത്. അടുത്തത് സി പ്ലാന്റ് ആണ്. സി പ്ലാന്റ് നമുക്ക് വളർത്തിയെടുക്കാൻ കുറച്ച് പാടാണ്, എന്നാലും പിടിച്ച് കിട്ടിയാൽ നമുക്ക് ഒരുപാട് കാലം നിൽക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ വെള്ളമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ശത്രു. അപ്പോൾ ഓവർ വാട്ടർ ചെയ്യാതിരുന്നാൽ മാത്രം മതി. ഇതും ഒരുപാട് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. സ്പൈഡർ പ്ലാന്റ് ആണ് നെക്സ്റ്റ്. കോമൺ ആണ്, നമ്മുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. അപ്പോൾ സ്പൈഡർ പ്ലാന്റ് നന്നായിട്ട് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന പ്ലാന്റ് ആണ്. നമുക്ക് ബാത്റൂമിൽ വരെ കീപ്പ് ചെയ്യാൻ പറ്റും. അതെന്ന് വെച്ചാൽ അമോണിയ, ഫോർമാൽഡിഹൈഡ്, സൈലിൻ, എത്തിലിൻ, ബെൻസിൻ ഇത്തരം ഹാംഫുൾ ആയിട്ടുള്ള എല്ലാ കെമിക്കൽസിനെയും തന്നെ സ്പൈഡർ പ്ലാന്റ് അബ്സോർബ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്പൈഡർ പ്ലാന്റ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒട്ടുമിക്ക പ്ലാന്റുകളുടെയും ഇൻഡിവിജ്വൽ കെയർ
വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക. ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നമ്മുടെ പ്ലാന്റ് കെയർ സീരീസിൻ്റെ ലിങ്ക്. ഇപ്പോൾ സ്പൈഡർ പ്ലാന്റ് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെക്കുകയാണെങ്കിൽ, ഒരുമിച്ച് കുറച്ചധികം ബുഷിയായിട്ട് വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ നല്ലവണ്ണം സ്പ്രൗട്ട്സ് ഉണ്ടാവും, പുതിയ പുതിയ ബേബി പ്ലാന്റ്സ് ഉണ്ടാവും. നമുക്ക് എത്ര ചെറിയ പോട്ടിൽ വേണമെങ്കിലും സ്പൈഡർ പ്ലാന്റ് വെക്കാൻ പറ്റും. അപ്പോൾ സ്പൈഡർ പ്ലാന്റ് ആണ് ഇതിൽ ഏറ്റവും ഈസി അവൈലബിളും ഏറ്റവും നമുക്ക് ബെനഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റും. ഇൻഡോറിൽ പ്ലാന്റ്സ് വയ്ക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിനുള്ള സൺലൈറ്റിൻ്റെ സപ്ലൈയും പിന്നെ വാട്ടർ സപ്ലൈയുമാണ്. സ്പൈഡർ പ്ലാന്റ് നമുക്ക് ലൈറ്റ് മാത്രം മതി, ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. പിന്നെ വെള്ളം അധികം കുറയുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ അറ്റത്ത് ഇങ്ങനെ യെല്ലോയിഷ് ആയിട്ട് കാണും, ഉണങ്ങിയ പോലെ വാടി നിൽക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വാട്ടർ ചെയ്ത് കൊടുക്കണം. അതാണ് സ്പൈഡർ പ്ലാന്റിൻ്റെ കെയർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബാമ്പു ആണ്. ബാമ്പു രണ്ട് തരത്തിലുണ്ട്. വലിയ പോട്ടിൽ വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മണ്ണിൽ വെച്ച് വരുന്ന ബാമ്പുവും ഇത് നമ്മുടെ മിനിയേച്ചർ ഇൻഡോർ ടൈപ്പ് ബാമ്പുവും. അപ്പോൾ ബാമ്പുവിൻ്റെ ലക്കി ബാമ്പു എന്നൊക്കെ നമ്മൾ പറയുന്ന ബാമ്പുവിൻ്റെ പിന്നെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അതിന് ഒരുപാട് എയർ പ്യൂരിഫൈ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ നൈറ്റിലാണ് പ്രത്യേകിച്ച് ഇത് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബെഡ്റൂമിലൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റിയ പ്ലാന്റാണ് ബാമ്പു. നമുക്കൊക്കെ അറിയാം, അത് വാട്ടറിലും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വാട്ടറിൽ പ്രൊപ്പഗേറ്റ് ചെയ്തതിന് ശേഷം മണ്ണിലേക്ക് വെക്കാൻ പറ്റും. മണ്ണിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബുഷിയായിട്ട് വെക്കുകയാണെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ കോർണറിലൊക്കെ കീപ്പ് ചെയ്താൽ ഒരു റൂമിന് ഒരു അട്രാക്റ്റീവ് ലുക്കൊക്കെ കിട്ടും. 2-3 ടൈപ്സ് ഉണ്ട് ബാമ്പുവിൻ്റെ, വെരിഗേറ്റഡ് ടൈപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ബാമ്പു എന്ന് പറഞ്ഞാൽ അമോണിയം ഫോർമാൽഡിഹൈഡും ബെൻസീനുമാണ് അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നത്. അപ്പോൾ ബെൻസീനൊക്കെ ശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ ആസ്മയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ടൗൺ ഏരിയാസിലൊക്കെ താമസിക്കുന്നവർ ഒരു ബാമ്പു കീപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് വലിച്ചെടുക്കാനും ബാമ്പുവിന് കഴിവുണ്ട്. അപ്പോൾ നമുക്കറിയാം, ടൗണിലോ അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ ആകുമ്പോൾ ഒരുപാട് വണ്ടികൾ കടന്നു പോകുമ്പോൾ കാർബൺ മോണോക്സൈഡാണ് അന്തരീക്ഷത്തിൽ അധികം ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരം കാർബൺ മോണോക്സൈഡ് നമ്മൾ ശ്വസിക്കുക വഴി നമുക്ക് ആസ്മ പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. 9ാമത്തത് സാൻസവേരിയാണ്, അഥവാ നമ്മുടെ സ്നേക്ക് പ്ലാന്റ്. ഏറ്റവും കെയർ ആവശ്യമില്ലാത്ത പ്ലാന്റാണ്. അതായത് ഏറ്റവും കുറവ് കെയർ മതി ഈ ഒരു പ്ലാന്റിന്. നമുക്കൊരു 3-4 ആഴ്ചയോളം വേണമെങ്കിലും നനയ്ക്കാതിരിക്കാം. ഒരു 6 മാസം വരെ നനച്ചില്ലെങ്കിലും പെട്ടെന്നൊന്നും നശിച്ചു പോവില്ല ചെടി. സൺലൈറ്റും അത്ര തന്നെ കുറവ് മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ എളുപ്പം വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് സാൻസവേരിയ. പല വെറൈറ്റീസ് ഉണ്ട്. ഫ്ലവർ ടൈപ്പിലുള്ള ഈ വെറൈറ്റീസ് ഉണ്ട്, ലോങ് ആയിട്ട് പോകുന്നതുണ്ട്, വെരിഗേറ്റഡ് ഉണ്ട്, യെല്ലോയിഷ് ബോർഡർ ഉള്ളതുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാന്റ്, ഇത് നമുക്ക് ബാത്റൂമിൽ വെക്കാൻ പറ്റിയ പ്ലാന്റാണ്. ബാമ്പു പോലെ തന്നെ ഒരുപാട് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന പ്ലാന്റാണ്. അപ്പോൾ അമോണിയയും സൈലിനും ട്രയത്തിലിനും ബെൻസിനുമാണ് ഇത് വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ പോട്ടിൽ വേണമെങ്കിലും നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് വൺ റബ്ബർ പ്ലാന്റ് ആണ്. റബ്ബർ പ്ലാന്റ് നമുക്കറിയാം, മണ്ണിൽ വെച്ചാൽ ഒരുപാട് ഹൈറ്റിൽ പോകുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ ഒരു അട്രാക്റ്റീവ് ലുക്കാണ്. 2-3 ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഉണ്ട്. റബ്ബർ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതിൻ്റെ ലീഫാണ്. അപ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള ലീഫ്. അപ്പോൾ പൊടിയെല്ലാം തുടച്ച് നല്ല ഷൈനിങ് ആയിട്ട് വെക്കുകയാണെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ കോർണറിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇൻഡോറായിട്ട്. കുറച്ച് വെളിച്ചം മതി, കുറച്ച് തന്നെ വെള്ളവും മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.